എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട്, ഇവിടെ SVT ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. പക്ഷേ ഞാനന്ന് സംസാരിക്കാൻ പോകുന്നത് ന്യൂറോ സർജറിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മുടെ വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ പ്രചരിക്കപ്പെടുന്ന ഒരു പോസ്റ്ററിനെ പറ്റിയാണ്. ആ പോസ്റ്ററിൽ പറയുന്നത് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള എല്ലാവരും ഡൈമർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിർബന്ധമായും ചെയ്യണമെന്നും ആ ഡൈമറിൻ്റെ വാല്യൂ 0.5 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണണമെന്നുമാണ്. കാരണം ഡൈമർ രക്തം കട്ട പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഹൃദ്രോഗമോ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചികിത്സിക്കണം എന്നുള്ളതാണ് ആ പോസ്റ്ററിൻ്റെ ഉദ്ദേശം, അതിലർത്ഥമാക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെയധികം ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ഇതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും ഈ പോസ്റ്ററിന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്ത് അതിനെ വാർത്തയാക്കുന്നതും ഒക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ പൊതുജനങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ യങ് ആയിട്ടുള്ള ആൾക്കാർ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്നതെല്ലാം ഈ വാക്സിൻ കാരണമാണെന്നുള്ള ഒരു തെറ്റായ വാർത്തകളും അല്ലെങ്കിൽ ആ ഒരു പ്രചരണം കൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഈ ഡൈമർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്താണ്? അതൊരു രക്തപരിശോധനയാണ്. ഡൈമർ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. ഈ ഫൈബ്രിൻ വിഘടിക്കുമ്പോൾ ബ്ലഡിൽ കലരുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ഡൈമർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലാണെങ്കിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ല. കാരണം ഡൈമർ മറ്റ് പല കണ്ടീഷനിലും കൂടാറുണ്ട്. പ്രത്യേകിച്ച് ഗർഭാവസ്ഥകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളിൽ, ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വീണ് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് കിടക്കുകയോ ചെയ്യുന്ന രോഗികളിലൊക്കെ തന്നെ ഡൈമറിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 100% ഉറപ്പിക്കാൻ പറ്റിയ ഒരു ടെസ്റ്റ് അല്ല. മാത്രമല്ല ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. സാധാരണഗതിയിൽ ഒരു ഡോക്ടർ ഒരു അത്യാവശ്യം ഇൻഡിക്കേഷൻ ഇല്ലാതെ, അതായത് ചെയ്യണമെന്നുള്ള ഉറപ്പ് ഒരു രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഈ ടെസ്റ്റ് സാധാരണഗതിയിൽ അഡ്വൈസ് ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വെറുതെ ലാബിൽ പോയിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇനി ഈ കോവിഡ് വാക്സിനും അല്ലെങ്കിൽ കോവിഡ് രോഗവുമായിട്ട് ഈ ടെസ്റ്റിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കോവിഡ് വാക്സിൻ എടുക്കുന്ന ആൾക്കാരിൽ ചിലരിലെങ്കിലും ഈ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള സംശയം അത് കോവിഡ് വാക്സിൻ വന്ന കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചില വാക്സിനുകൾ, ഇപ്പോൾ ആസ്ട്രാസെനക്ക, കോവിഷീൽഡ് പോലുള്ള അല്ലെങ്കിൽ അഡിനോ വൈറസ് ബേസ്ഡ് ആയിട്ടുള്ള ചില വാക്സിനുകൾക്ക് രക്തം കട്ട പിടിക്കാൻ ഉള്ള ഒരു ചില പ്രത്യേക സ്വഭാവം ഉണ്ടാക്കുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വാക്സിൻ എടുക്കുമ്പോൾ, അതായത് നമ്മുടെ ഇതുവരെയുള്ള പഠനങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 1,00,000 പേർക്ക് ഈ പറയുന്ന വാക്സിൻ എടുക്കുമ്പോൾ 3-4 പേർക്കാണ് ഈ പറയുന്ന TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുള്ളത്. 1,00,000 പേരിൽ 3-4 പേർക്ക്. ഒരു ശതമാന കണക്കെടുക്കുമ്പോൾ 0.003 ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ രോഗികളിൽ ഈ പറയുന്ന ഡൈമർ ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവായിട്ട് വന്നേക്കാം. മാത്രമല്ല ഈ പറയുന്ന TTS വാക്സിൻ എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ 2-3 ആഴ്ചയ്ക്കകത്താണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന അവസ്ഥ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് രോഗം, നമ്മൾ ഈ മേടിക്കുന്ന COVID-19 എന്ന് പറയുന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെയുള്ള നമ്മുടെ പഠനങ്ങൾ എല്ലാം അനുസരിച്ച് 1000 മനുഷ്യർക്ക് കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ 100 മുതൽ 300 പേർക്ക് വരെ ഈ പറയുന്ന വീനസ് ത്രോംബോ എംബോളിസം പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ 1000 പേരിൽ 300 പേരെന്ന് പറയുമ്പോൾ 10 മുതൽ 30% വരെയാണ്. പക്ഷേ അതേസമയം കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് 1,00,000-ൽ 3-4 പേർക്കാണ് ഈ പറയുന്ന രക്തം കട്ട പിടിക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്ന് പറഞ്ഞാൽ കോവിഡ് വാക്സിൻ ശരിക്കും ഈ കോവിഡ് രോഗം കാരണം ഉണ്ടാകുന്ന പ്രശ്നത്തെ 100 മടങ്ങിലധികം കുറയ്ക്കുകയാണ് ചെയ്തത്. കോവിഡ് വാക്സിൻ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്.
മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരിൽ കോവിഡ് വാക്സിൻ കാരണം കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയും ഇല്ല. അതെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമ്മൾ പേടിക്കുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല ഈ കോവിഡ് വാക്സിൻ മനുഷ്യരെടുത്തിട്ടുള്ളത്, ലോകം മൊത്തം ഉള്ള മനുഷ്യർക്ക് കോവിഡ് വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ വാക്സിൻ എടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ രോഗത്തെ പിടിച്ചു കെട്ടുകയും ഇപ്പോൾ നമ്മൾ പഴയ പോലത്തെ ലോക്ക്ഡൗൺ പോലത്തെ അവസ്ഥകളിലൊന്നും പോകാതെ ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നത് വാക്സിൻ എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ ആശങ്കപ്പെടേണ്ട ആവശ്യകത ഇല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.